വഴിക്കടവിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. സിപിഐഎം വിമർശനവും സൈബർ ആക്രമണവും കണ്ട് ഭയക്കില്ല. വനമന്ത്രിയും സിപിഐഎം നേതാക്കളും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കട്ടെ, ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്നും ജ്യോതികുമാർ ചാമക്കാല 24-നോട് പറഞ്ഞു. റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ വഴിക്കടവിൽ 15 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇടതുപക്ഷവും ഒപ്പം തന്നെ UDF-ഉം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതികുമാർ ചാമക്കാലയാണ്. താങ്കൾക്കെതിരെ വലിയ വിമർശനം CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇന്നലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന സിദ്ധാന്തം വരെയും ആരോപിക്കപ്പെടുന്നുണ്ട് താങ്കൾക്കെതിരെ. ഗൂഢാലോചന സിദ്ധാന്തവും ഇത്തരത്തിലുള്ള പ്രതിഷേധവും കൈവച്ചിരുന്നാൽ മതി. പറഞ്ഞത് തന്നെയാണ്, ഇനിയും പറയും. ഇത്തരത്തിൽ സാധാരണക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തട്ടിപ്പെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. CPM അങ്ങനെ ഒന്നും ഉടുക്കൂട്ടിയൊന്നും പേടിപ്പിക്കേണ്ട. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കേസെടുക്കട്ടെ, ആഭ്യന്തര വകുപ്പ് കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. എന്ത് ഗൂഢാലോചനയാ? ഈ താങ്കളാണ് ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് മുൻനിരയിലുണ്ടായിരുന്നത്. ഇറച്ചി വിൽപ്പനക്കാരനെ പോലെ പെരുമാറുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് താങ്കൾക്കെതിരെ ഉയരുന്നത്. എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. ഞാൻ നിന്നിട്ടുള്ളത് ആ കുടുംബത്തിന്റെ ഇത്തരത്തിൽ തുടർച്ചയായി വന്യജീവി ആക്രമണവും അനുബന്ധ പ്രശ്നങ്ങളും മൂലം ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എന്നെ ഇറച്ചി വിൽപ്പനക്കാരനോ എന്തായാലും ഞാൻ പറയുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം കിടക്കുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ഇത്തരം സമരങ്ങൾ നടത്തേണ്ടി വന്നാൽ ഇനിയും നടത്തും. ഇത് ഞാൻ ഈ സമരത്തിന്റെ മുന്നിൽ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാഹചര്യമൊക്കെ എനിക്കറിയാം. ഇന്നലെ പല കാരണങ്ങൾ കൊണ്ട് നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷയം ഉണ്ടായി. സ്വാഭാവികമായി ഇടപെട്ടു. എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പാർട്ടി നേതൃത്വത്തെ ആലോചിച്ചിട്ട് തന്നെ ഇടപെട്ടുള്ളത്. അങ്ങനെ ഇടപെടുമ്പോൾ അത് എന്നെ മാത്രം തെരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കട്ടെ. ഇതുപോലെ എത്രയോ സൈബർ ബുള്ളിങ് കണ്ടിട്ടുള്ളതാ. ഈ ആരോപണങ്ങൾ അർഹിക്കുന്ന അഗ്നിയോടെ തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പ്രതികരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.